അതെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെടുന്നത്. ജനാധിപത്യത്തിൽ തീർച്ചയായും പ്രതിഷേധങ്ങളുണ്ടാകും. മന്ത്രിമാർക്കെതിരെ പല നിലയിലുള്ള പ്രതിഷേധങ്ങളും കേരളം കണ്ടതാണ്. കരിങ്കൊടി സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. കരിങ്കൊടി സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ് ഞാനും നിങ്ങളിൽ ചിലരും. ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെതിരെ പ്രതികരിക്കുക, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുക എന്നുള്ളതൊന്നും ഒരു തെറ്റായ കാര്യമല്ല. ഞാൻ ഇന്ന് രാവിലെയും ഒരു പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കോഴിക്കോട് നഗരത്തിലെ ഒരു വിഷയത്തിൽ പ്രതിഷേധിച്ചതിൽ ഒരു തെറ്റുമില്ല. പ്രതിഷേധം സ്വാഭാവികമാണ്. അത് പ്രതിഷേധിക്കുന്നതിലൊരു തെറ്റുമില്ല എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ ലോകത്തെവിടെയും ഒരു മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധിക്കുകയോ ആ മന്ത്രിസഭയിലെ അംഗങ്ങളായ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അത്തരം പ്രതിഷേധങ്ങൾ വരണമെന്നാണ് ഇപ്പോൾ എൻ്റെയൊക്കെ അഭിപ്രായം. കാരണം പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. എന്നാൽ ഇത് പ്രതിഷേധമാണോ? ഇത് ജനാധിപത്യപരമായ ഒരു സമരരീതിയാണോ? റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJP സമരം ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് പെട്ടെന്ന് KSUവിൻ്റെ പേരിൽ പെട്ടെന്ന് ചാടി വീണ് മന്ത്രിക്ക് നേരെ വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രതികരണം ഞാൻ TV യിൽ കണ്ടു. സ്പീക്കറെ ഞാൻ ഫോണിൽ വിളിച്ചു. സ്പീക്കർ എനിക്ക് കിട്ടിയില്ല. ഇത് ഒരു ജനാധിപത്യപരമായ സമരമായി കാണാൻ പറ്റുമോ? നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ജനാധിപത്യപരമായ സമര രീതിയല്ല. രാജീവ് ഗാന്ധിയെ മുമ്പ് ബെൽറ്റ് ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് നമുക്കറിയാം. അതൊരു ജനാധിപത്യ രീതിയായ സമരമാണോ? ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ തടഞ്ഞുകൊണ്ട് നടത്തിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടു. അത് ജനാധിപത്യപരമല്ല. അപ്പോൾ ആർക്കും എങ്ങനെയും പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ വേണം ഒരു 10 ആൾക്ക് ചാടി വന്ന് വീണ് സർക്കാരിനെതിരെ വികാരമുള്ളവർക്ക്, അതല്ലെങ്കിൽ വ്യക്തിപരമായി രാഷ്ട്രീയമായി എന്നോട് വിരോധമുള്ളവർക്ക് ഒരു 10 ആൾക്ക് വളഞ്ഞിട്ടിന് ഭീകരമായിട്ട് അടിക്കാം. അടിച്ചത് കൊണ്ട് സർക്കാർ ഉയർത്തുന്ന ആശയം അവിടെ പരാജയപ്പെടുന്നില്ല. ഞാൻ ഉയർത്തുന്ന രാഷ്ട്രീയം അവിടെ പരാജയപ്പെടുന്നില്ല. രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി എന്നെ ആക്രമിക്കുന്നവരുടെ രാഷ്ട്രീയം അവിടെ വിജയിക്കുന്നുമില്ല. അതൊരു ജനാധിപത്യ രീതിയല്ല. അപ്പം ഇതും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു ജനാധിപത്യപരമായ രീതിയല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്നു എന്നുള്ള ഗൗരവമേറിയ പരിശോധന ബന്ധപ്പെട്ടവർ നടത്തണം. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരെ കുറേ കാലമായി ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ഹെയ്റ്റ് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഉൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. ആ ഹെയ്റ്റ് ക്യാമ്പ് ഇത്തരം ആക്രമണങ്ങളെ വലിയ നിലയിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർ, ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഈ സമരരീതി തെറ്റാണെന്ന് പറഞ്ഞ് സ്വയം മാപ്പ് പറയാൻ തയ്യാറാകണം. ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഈ സംഭവം. ജനാധിപത്യ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ വെടിവെച്ച് കൊന്ന ചരിത്രം ഈ കേരളത്തിലുണ്ട്. കൂത്തുപറമ്പ് സംഭവം. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ ഭീകരമായി പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ച സംഭവങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിൽ പലരും, നിങ്ങളായാലും ഞാനായാലും നമ്മളിൽ പലരും അത്തരം സമരങ്ങളിൽ പങ്കെടുത്തവരാണ്. എന്നാൽ ഇതൊരു ജനാധിപത്യപരമായ സമരമല്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ മാപ്പ് പറയാൻ തയ്യാറാകണം. എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യുന്ന തെറ്റ്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ധർമാശുപത്രികളായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ നിലനിർത്തുന്നതാണോ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്നതാണോ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ചെയ്യുന്ന തെറ്റ്? ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ മികച്ച നിലയിൽ ധർമാശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടോ? സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ രാജ്യത്തില്ലേ? അവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? സാധാരണക്കാരന് അവിടെ ചികിത്സ ലഭിക്കുന്നുണ്ടോ? അവിടെ ആരോഗ്യമന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അവരെ ഇതുപോലെ കൈകാര്യം ചെയ്യുമോ ഇവിടുത്തെ KSU? അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവല്ലേ? അവരെ ഇതുപോലെ ആക്രമിക്കാൻ തയ്യാറാകുമോ KSU? ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ LDF സർക്കാരും ലോകത്തിന് മാതൃകയാകാവുന്ന പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ പ്രശ്നം? ഇതെന്ത് രീതിയാണ്? ഈ രീതി ശരിയാണോ? പ്രതിപക്ഷമാകുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ഗതികേടിന് ഭരണകക്ഷിയാണെങ്കിൽ ഇവരെന്തൊക്കെ ചെയ്യുമെന്നുള്ള ചിന്ത ഈ നാട്ടിൽ വരികയാണ്. ഇത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തെറ്റാണെന്ന് വിലയിരുത്തി ഇതിന് നേതൃത്വം കൊടുത്തവരെ സംഘടനാപരമായി നടപടി സ്വീകരിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് ജനാധിപത്യപരമല്ല. മന്ത്രിമാരെ തടയലും മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം നടത്തുന്ന ഒന്നും തെറ്റില്ല. പക്ഷേ ഇത് ആ ഗണത്തിൽപ്പെടുത്താവുന്നതല്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം പോലെ, ഇത് ആർക്കും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം പോലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം മാപ്പ് പറയണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.